ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. SSC CGL 2000 മെയിൻസിന്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ കുറച്ച് നല്ല ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി മെയിൻസിന് വേണ്ടിയുള്ള സ്ട്രാറ്റജി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഫോളോ ചെയ്യണം എന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനോട് അനുബന്ധിച്ചുള്ള ക്ലാസ് സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ ക്ലാസ്സാണ് CGL വേണ്ടിയുള്ള. റെഗുലറായിട്ട് നിങ്ങൾക്ക് CGL മെയിൻസ് ലെവലുള്ള അതും നല്ല ക്വസ്റ്റ്യൻ. ഇന്ന് ഞാൻ ഒരു മോഡറേറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത്. അടുത്ത ക്ലാസ് മുതൽ നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു കളക്ഷൻ നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ് ഈ ചാനലിലൂടെ. മാക്സിമം പേര് ഈ ക്ലാസ്സുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് കാണുക, ചാനൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് വെക്കുക. നമ്മളുടെ ഓൺലൈൻ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. എല്ലാ ലെവലിലുള്ള ക്ലാസ്സുകളും എല്ലാ എക്സാമുകൾക്കുള്ള ക്ലാസ്സുകളും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ വീട്ടിലിരുന്ന് തന്നെ പഠിക്കാവുന്നതാണ്. ഈ നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യുക. ഇത് കംപ്ലീറ്റ് കോഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ ചെന്നാൽ കാണാൻ പറ്റും. ഇത് ഓഫ്ലൈൻ സെന്റേഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ നമ്പേഴ്സിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം പെർസെൻറ്റേജിലെ ഈ കമ്മീഷൻ എന്ന് പറയുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യാം. സുരേഷ് ഗെറ്റ്സ് എ കമ്മീഷൻ ഓഫ് 6% അപ് ടു ദ സെയിൽ എന്ന് വെച്ചാൽ സെയിൽ ഓഫ് 10,000 ആൻഡ് എബോവ് ദിസ് ഹി ഗെറ്റ്സ് 5% കമ്മീഷൻ ഓൺ ദ സെയിൽ. ഇഫ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഹിസ് കമ്മീഷൻ ഹി ഡെപ്പോസിറ്റ്സ് റുപ്പീസ് ഇത്രയും ടു ദ കമ്പനി, ഫൈൻഡ് ദ ടോട്ടൽ സെയിൽ. അപ്പോൾ നിങ്ങൾ പെർസെൻറ്റേജിന്റെ ബേസിക് ആയിട്ടുള്ള ക്ലാസ് ജസ്റ്റ് പെർസെൻറ്റേജ് ദിശ അക്കാഡമി സെർച്ച് ചെയ്താൽ ഞാൻ ചെയ്ത ഒരു ബേസിക് ആയിട്ടുള്ള 1 മണിക്കൂറിന്റെ ക്ലാസ് ഉണ്ട്. അത് ദയവായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. അതുകൂടെ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ കുറച്ചുകൂടെ ഒരു പഠിക്കാനുള്ള ഒരു ഊർജ്ജം തരും. അപ്പം ഞാൻ ആദ്യം ഇതിന്റെ ബേസിക് മെത്തേഡ് പറയാം, എന്നിട്ട് മെയിൻസ് ലെവലിൽ നിങ്ങൾ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നും പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ബേസിക് ലെവലിൽ പറയുകയാണെങ്കിൽ സുരേഷിന് എന്ത് ചെയ്യുന്നു, 6% കമ്മീഷൻ കിട്ടുന്നു അപ് ടു ദ സെയിൽ ഓഫ് 10,000. അതായത് അവൻ ഞാനൊന്ന് വരച്ചൊക്കെ ഒന്ന് കാണിച്ചു തരാം, പേൻ എടുക്കുക ചെയ്യുന്നത് കാണിച്ചു തരാം, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പിൽ ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ 10,000 രൂപ വരെ അവൻ എത്രയാണ്, 6% കമ്മീഷൻ. അതായത് 10,000-ന്റെ എത്ര രൂപയ്ക്കാണോ അവൻ വിൽക്കുന്നത്, സെയിൽ നേടാം. സെയിൽ ഓക്കെ, എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത് അതിന്റെ 6% എന്ത് കിട്ടും, അവന് കമ്മീഷൻ കിട്ടും. അതിന്റെ മുകളിലോട്ട് എത്ര പൈസ പോകുന്നു നമുക്ക് അറിഞ്ഞൂടാ, എത്ര പൈസയാണെന്ന്. എത്ര പൈസയ്ക്ക് അവൻ വിൽക്കുന്നോ അതിനെന്താ കിട്ടുന്നത്, 5% കമ്മീഷനെ കിട്ടത്തുള്ളൂ. അപ്പൊ ഇവിടെ എനിക്ക് പറയാം, ടോട്ടൽ എക്സിനാണ് അവൻ വിറ്റത്. അതായത് ടോട്ടൽ 10,000 കഴിഞ്ഞ് X രൂപയ്ക്കാണ് അവൻ സെയിൽ കച്ചവടം നടത്തിയെന്ന് വെച്ചോ. X രൂപയ്ക്ക് കച്ചവടം നടത്തിയാൽ ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഹിസ് കമ്മീഷൻ, അപ്പോൾ അതായത് അവന്റെ കമ്മീഷൻ എടുത്തതിന് ശേഷം അവൻ 75,900 രൂപ എന്ത് ചെയ്യുന്നുണ്ട്, അവൻ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താ, കമ്പനിക്ക് കിട്ടുന്ന പൈസയാണ് 75,900. അതായത് അവൻ അവന്റെ കമ്മീഷൻ എടുത്തതിന് ശേഷം ബാക്കി കൊടുക്കുന്ന പൈസയാണ്. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് രീതി ചെയ്യാം. രണ്ടാമത്തെ ഷോർട്ട് കട്ട് വഴി ഞാൻ പറയാം. ആദ്യം ഞാൻ നിങ്ങൾക്ക് കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് പറഞ്ഞുതരാം. ഈ 75,900 എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 75,900 എനിക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാൻ പറ്റും. 75,900 എന്ന് പറയുന്നത് അവൻ ടോട്ടൽ എക്സ് ആയിരുന്നു അവൻ വിറ്റ പൈസ. അപ്പൊ അതിൽ നിന്നും ആദ്യമേ എന്ത് ചെയ്തു, അവന് 10,000 രൂപയ്ക്ക് 10,000 രൂപയുള്ള സെയിലിൽ അവൻ എന്ത് ചെയ്തു, 6% കമ്മീഷൻ കിട്ടി. അതായത് ഇതിന്റെ 6% എത്ര, 1% 100 ആണ്. 6% 6 × 100 600 രൂപ അവന് കമ്മീഷൻ കിട്ടി. എക്സിൽ നിന്ന് ടോട്ടൽ സെയിലിൽ നിന്ന് എന്ത് ചെയ്യണം, 600 രൂപ അവൻ എടുത്തു. അപ്പൊ അവന്റെ പൈസ നമുക്ക് എങ്ങനെ എഴുതാം, കമ്പനിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പനിക്ക് കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് ടോട്ടൽ സെയിലിൽ നിന്നും, ടോട്ടൽ വിറ്റ പൈസയിൽ നിന്നും അവന്റെ കമ്മീഷൻ, സുരേഷ് ആണെങ്കിൽ സുരേഷിന്റെ കമ്മീഷൻ കുറച്ചിട്ടുള്ള പൈസയാണ് എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഇക്വേഷൻ ആയിട്ട് നമ്മളിവിടെ എഴുതുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, ഇക്വേഷൻ ഇല്ലാതെ ചെയ്യുന്നത് ഞാൻ കാണിച്ചത്. എക്സിൽ നിന്ന് 600 കുറച്ചു, അതിൽ നിന്ന് എന്ത് ചെയ്തു, അവന്റെ ബാക്കി കമ്മീഷൻ. ഇത് 600 ആദ്യത്തെ 10,000-ന്റെ കമ്മീഷൻ. പിന്നെ എന്താ ഉള്ളത്, എക്സ് മൈനസ് 10,000, അതായത് 10,000 രൂപയിൽ കൂടുതലുള്ള സെയിൽ, അതായത് ഈ ഒരു റേഞ്ച് ടോട്ടൽ എക്സ് ആണെങ്കിൽ അതിൽ നിന്ന് 10,000 കുറച്ചുള്ള ഇതിന് 5% ആണ് കിട്ടുന്നത്. പിന്നെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 75,900 ഈക്വൽ ടു എക്സ് മൈനസ് 600 മൈനസ് എക്സ്, സോറി ഇവിടെ 5% ഓഫ് എക്സ്, 5% ഓഫ് എക്സ്, ഇവിടെ 5% ഓഫ് എക്സ്, ഇവിടെ 5% 10,000 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1% 100 ആണ്. 100 × 5 500, മൈനസ് പ്ലസ് ആവും, പ്ലസ് 500 എന്ന് വരും. അപ്പൊ അതിനകത്ത് എന്ത് ചെയ്തു, ഇത് എക്സ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ 100%, എക്സിന്റെ 100%. ഇത് 5%, 100% എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് മൈനസ് 600 പ്ലസ് 100 എത്രയാണ്, മൈനസ് 100 ആണ്. അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് 100 ആവും. 75,900 100 76,000 ആവും. 76,000 എന്ന് പറയുന്നതാണ് നമ്മുടെ 100% ഓഫ് എക്സും മൈനസ് 5% ഓഫ് എക്സ്, 95% ഓഫ് എക്സ് എന്ന് പറയുന്നത്. നമുക്ക് ചോദിച്ചിരിക്കുന്ന ഫൈൻഡ് ദ ടോട്ടൽ സെയിൽ, അതായത് 100% ഓഫ് എക്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 95% ഓഫ് എക്സിന്റെ വാല്യൂ അറിയാം, 76,330. നമുക്ക് 100% ഓഫ് എക്സിന്റെ വാല്യൂ വേണം. 19 × 5 19 × 4, പിന്നെ 40/5 8 വരും. 8 കഴിഞ്ഞിട്ട് 4 0, 8 കഴിഞ്ഞിട്ട് 4 0. ഓപ്ഷൻ ഡി എന്ത് ചെയ്യും, നമ്മൾ ആൻസർ കൊടുക്കും, ഹാപ്പി ആയിട്ട്.
പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് മെയിൻസ് ലെവലിൽ പഠിച്ചു അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്തു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അവരെന്താണ് ബേസിക് ആയിട്ടുള്ള കാര്യം ബേസിക് ആയിട്ട് തന്നെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ആയിരിക്കണം ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. നിങ്ങൾ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. എങ്ങനെയാണ് ഇതിന്റെ സൊല്യൂഷൻ എങ്ങനെ ചെയ്യേണ്ടത്? അപ്പൊ നമുക്ക് മനസ്സിലായി അവന് 6% 16 വരെ കിട്ടുന്നു, അത് കഴിഞ്ഞിട്ട് 5% കിട്ടുന്നു. അപ്പൊ ഞാൻ പറയുവാണ് എനിക്ക് 6% അല്ല, എല്ലായിടത്തും 5%ആണ് കമ്മീഷൻ എന്ന് പറയാം. എല്ലായിടത്തും 5% കമ്മീഷൻ എന്ന് പറയും. അപ്പൊ എല്ലായിടത്തും 5% കമ്മീഷൻ എങ്കിൽ ഇവിടെയും എക്സിന് 5%, ഇവിടെ എക്സിന്റെ 5%. എത്രയാണോ അവൻ ജോലി ചെയ്യുന്നത് അതിന് അവന് ടോട്ടൽ എക്സ് ആണ് വിറ്റെങ്കിൽ അതിന് 5% അവന് കമ്മീഷൻ കിട്ടുന്നത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ എന്തുണ്ട്? ഇവിടെ 6% ഉണ്ട്. അത് അവന് ഓൾറെഡി 5% പ്ലസ് 1% ഉണ്ട്. അപ്പൊ ഇനി ഇതിന്റെ മെയിൻസ് ലെവലിൽ, അല്ലെങ്കിൽ മെയിൻസ് ലെവലിൽ നിന്നും പറയാൻ പറ്റത്തില്ല, പഠിക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ ഈ ലെവലിൽ തന്നെ പഠിക്കണം. എക്സാം മെത്തേഡ് എന്താണ്? അത് പ്രിലിംസിനായാലും നിങ്ങൾ ഇങ്ങനെ ആയിരിക്കണം ചെയ്യേണ്ടത്. അല്ലാതെ പ്രിലിംസിനൊരു മെത്തേഡ് മെയിൻസിനൊരു മെത്തേഡ് അങ്ങനെ ഒരു സംഭവം ഇല്ല. അപ്പൊ 6% ഞാൻ 5% 1% ആക്കി കഴിഞ്ഞാൽ ഈ 1% എത്ര? 10,000 1% 100 രൂപ. അപ്പൊ 100 രൂപ അവന് ഓൾറെഡി എന്തായാലും കിട്ടും. ഞാനിവിടെ ഇത്രേ ചെയ്യുന്നുള്ളൂ. എല്ലായിടത്തും 5% കമ്മീഷൻ എന്ന് പറയും. അതായത് ആദ്യത്തെ 10,000 5%, അവസാനത്തെ ബാക്കിക്കും 5%. അതായത് ടോട്ടൽ എക്സിന് എത്ര ശതമാനം? 5% കോമ എടുത്താൽ ടോട്ടൽ അവന്റെ സെയിലിന് 5% അവന് കമ്മീഷൻ കിട്ടുന്നത്. പക്ഷെ ഇവിടെ ഒരു 100 ഉണ്ട്. ആ 100 എന്താണ്? ഓൾറെഡി അവന് കമ്മീഷൻ കിട്ടിയതാണ്. അത് 75,900 ഈക്വൽ ടു അവന്റെ സെയിലിൽ നിന്നും. അതായത് ഞാൻ പറയുവാണ്, ആ 100 രൂപ ഇവന് കിട്ടുന്നില്ല, ആ 100 രൂപ കമ്പനിക്ക് കൊടുക്കുക. ഇതാണ് കൺസെപ്റ്റ്. ആ 100 രൂപ അവന് കിട്ടുന്നില്ല, ആ 100 രൂപ കമ്പനിക്ക് കൊടുക്കുക. 100 രൂപ കമ്പനിക്ക് കൊടുത്താൽ കമ്പനിക്ക് എത്ര രൂപയാവും? 75,900 100 76,000 രൂപ കമ്പനിക്ക് നമ്മൾ കൊടുക്കും. അപ്പൊ ആ 76,000 രൂപ കമ്പനിക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇനി എന്തേ ഉള്ളൂ? 100 രൂപ അവന് കിട്ടുന്നില്ല. ഇവിടെ 5%, ഇവിടെ 5%. അതായത് ടോട്ടൽ സെയിലിന് 5%. അല്ലെ, 5% ഓഫ് 10,000 പ്ലസ് 5% ഓഫ് എക്സ് മൈനസ് 10,000. ഞാൻ കോമൺ എടുത്തു കഴിഞ്ഞാൽ 5% കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി 10,000 അധികം എക്സ് മൈനസ് 10,000 കിട്ടും. അതായത് 10,000 വിട്ടുപോയി 5% ഓഫ് എക്സ് എന്ന് കിട്ടും. അതായത് ടോട്ടലിന് 5% അവന് കമ്മീഷൻ കിട്ടുന്നത്. ഇവിടെ 5 അവിടെ 5 ആണെങ്കിൽ ടോട്ടലിന് 5%. അതായത് ടോട്ടൽ സെയിൽ എത്ര ആണോ, ടോട്ടൽ സെയിലിന്റെ എത്ര ശതമാനമാണ്? 100%. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പെർസെന്റേജിന്റെ. ടോട്ടൽ സെയിലിന്റെ 100%, എക്സിന്റെ 100%. അതിൽ നിന്നും 5% ആര് കൊണ്ടുപോയി? നമ്മുടെ പയ്യൻ കൊണ്ടുപോയി, സുരേഷ് കൊണ്ടുപോയി. ബാക്കി എത്ര ശതമാനമേ ഉള്ളൂ? 95% ഓഫ് എക്സേ ഉള്ളൂ. നമുക്ക് എന്താ വേണ്ടുന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? 100% ഓഫ് എക്സ് ആണുണ്ട്. ശതമാനം ഓഫ് എക്സ് ഒന്നും എഴുത്തില്ല. എന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും എന്നറിയോ? എന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? ജസ്റ്റ് എടുക്കുന്നു. നമുക്കറിയാം ഞാൻ മൊത്തം എന്ത് ചെയ്യുന്നു? 5% ആകുന്നു. അപ്പൊ ആ എക്സ്ട്രാ ഉള്ള 1% അവന് കിട്ടിയില്ല, കമ്പനിക്ക് കൊടുത്തു എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 76,000 രൂപ കമ്പനിക്ക് കിട്ടും. 76,000 രൂപ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടോട്ടൽ അവന്റെ സെയിലിന്റെ 95% ആയിരിക്കും. നമുക്ക് 100 വേണം. 19 വെച്ച് 5, 19 വെച്ച് 4, 5 വെച്ച് കിട്ടുമ്പോൾ 8 കഴിഞ്ഞിട്ട് 4 0 ഓപ്ഷൻ കിട്ടും. അപ്പൊ എനിക്ക് ഇത്രയല്ല എന്റെ ബുക്കിൽ അല്ലെങ്കിൽ എന്റെ പേപ്പറിൽ എത്രയല്ല കാണുന്നത്? ഇത്രയും സാധനമല്ല കാണുന്നത്. എന്റെ പേപ്പറിൽ ഇത്രേ കാണത്തുള്ളൂ, ഇത്രേ കാണത്തുള്ളൂ. ആരും വന്ന് നിങ്ങൾ എത്ര എഴുതിയെന്ന് നോക്കത്തില്ല. നിങ്ങളുടെ മാർക്ക് ആൻസർ കറക്റ്റ് ആണെന്ന് നോക്കത്തുള്ളൂ. ഈ ലെവലിലുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മുടെ മെയിൻസ് ലെവൽ ബാച്ചിൽ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ആയിരിക്കും സൊല്യൂഷൻ ചെയ്യുന്നത്. അല്ല ഓരോന്നിനും ഇങ്ങനെ പറഞ്ഞു നിന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് അത് യൂസ് ആവത്തില്ല. അപ്പൊ ഈ സമയത്ത് ഇങ്ങനത്തുള്ള ക്ലാസ് അല്ല വേണ്ടത്. നമുക്ക് എന്താണ് ഇതുപോലുള്ള സൊല്യൂഷൻ കിട്ടുന്ന ക്ലാസ്സുകളാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അടുത്ത കമ്മീഷൻ്റെ ഒരു ക്ലാസ്സൂടെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇന്ന് ഈ ഒരു ക്ലാസ് മതി, ഈ ഒരു വീഡിയോ മതി. പക്ഷേ ക്വാളിറ്റി ആയിട്ട് നിങ്ങൾ പഠിക്കാം. രണ്ടാമത്തെ പറഞ്ഞ മെത്തേഡിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം. ഇവിടെ നോക്ക്, ഒരു സെയിൽസ്മാൻ is hired for a job with the condition that he will be given 6% commission on the sales done by him. But later on, it was decided that he will be given a monthly salary of 12,000 and every month 3% commission will be awarded on sales above 5,000. If in second case his earnings are 1,350 less than earlier, by 30% of his sales per month. നല്ലൊരു ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് എക്സ് ആണ് അവന്റെ സെയിലിൽ നിന്ന് എടുക്കാം. 6% കമ്മീഷനാണ് എന്ത് ചെയ്യുന്നത്? അവന് കൊടുക്കുന്നത്. അപ്പൊ ആദ്യത്തെ കേസിൽ 6% ഓഫ് എക്സ് അവന് കിട്ടും, വേറൊരു വ്യത്യാസമില്ല. രണ്ടാമത്തെ കേസിൽ അവന് 1,200 രൂപ കമ്മീഷൻ കിട്ടും. അതായത് അവന്റെ സാലറി കിട്ടും 1,200 രൂപ എന്തായാലും അവന് കിട്ടും. ഇത് നമുക്ക് ഷോർട്ട് കട്ട് ഒന്നുമില്ല, ഡയറക്റ്റ് ചെയ്യാവുന്നുള്ളൂ. 1,200 കിട്ടും. ആൻഡ് 3% കമ്മീഷൻ അവാർഡഡ് സെയിൽസ് എബോ 5,000. അതായത് അവന്റെ സെയിൽസ് ഇപ്പൊ എക്സ് ആണ്, അവിടെ എക്സ് ആണ്, ഇവിടെ എക്സ് ആണ്. ഇവിടെയും സെയിൽസ് സെയിം ആണ്, ഇവിടെയും സെയിൽസ് സെയിം ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇത് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് സെയിൽസ് പെർ മന്ത് എന്ന് ചോദിച്ചത്. രണ്ടിടത്ത് സെയിം സെയിലാണ്. ഇവിടെ നമുക്ക് 6% ഓഫ് എക്സ് ആയിരുന്നു കിട്ടുന്നത്. രണ്ടാമത്തെ കേസിൽ 1,200 കിട്ടും. അതിന്റെ കൂടെ 5,000 കൂടുതലുള്ള, അതായത് എക്സ് ടോട്ടൽ സെയിൽ ആണെങ്കിൽ എക്സ് രൂപയ്ക്ക് വിൽക്കുന്നുണ്ടെങ്കിൽ 5,000 കൂടുതലുള്ളതെന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് മൈനസ് 5,000. അതായത് 5,000 കഴിഞ്ഞിട്ട് ഇപ്പൊ 10,000 ആണെങ്കിൽ 10,000 മൈനസ് 5,000 ബാക്കി 5,000. 7,000 ആണെങ്കിൽ 7,000 മൈനസ് 5,000 ബാക്കി 2,000. എക്സ് മൈനസ് 5,000ന്റെ 5%, അല്ല 5 3%, 3%, 3/100. 3% മതി. ശതമാനം 3/100 ഒന്നും വേണ്ട. 3% എന്ത് ചെയ്യുന്നു? അവന് കിട്ടുന്നു.
അപ്പോൾ ഇതിന്റെ വാല്യൂ ഈ ഡിഫറൻസ് ആണ് 1350. നമുക്ക് എന്ത് വേണം? 30% ഓഫ് എക്സ് ആണ് വേണ്ടത്. 3/10 ഇൻറ്റു എക്സ് ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കും? ഇതിനകത്ത് എന്ത് ചെയ്യും? ഇതിന് ഫാസ്റ്റ് ആയിട്ട് കാൽക്കുലേഷൻ ചെയ്യുന്നുള്ളതാണ്. ഇവിടെ 6% ഓഫ് എക്സ് ഉണ്ട്, ഇവിടെ 3% ഓഫ് എക്സ് ഉണ്ട്. 6% ഓഫ് എക്സ് മൈനസ് 3% ഓഫ് എക്സ് മൈനസ് ആകത്തോടുമ്പോൾ മൈനസ് ആവും. അതായത് 3% ഓഫ് എക്സ് ഇവിടെ വരും. ഇനി മൈനസ് 1200 ഉണ്ട്, ഇവിടെ മൈനസ് ഇവിടെ നോക്കുക, അകത്ത് നോക്ക് 3% ഓഫ് 5000. 1% ഓഫ് 5000 50 ആണ്. 50 3 150 ആണ്. ഇവിടെ മൈനസ് 150 ഉണ്ട്, ഈ മൈനസ് അകത്ത് പോകുമ്പോൾ മൈനസ് 150 മൈനസ് 150 പ്ലസ് 150 ആവും. ഇവിടെ 1200 ഉണ്ട്, ഇവിടെ മൈനസ് 1200 പ്ലസ് 150. മനസ്സിലായി? ഇവിടെ മൈനസ്, ഈ മൈനസ് അകത്തോട്ട് പോകുമ്പോൾ മൈനസ് 1200. ഇവിടെ മൈനസ് 150 ഓൾറെഡി ഉണ്ട്, അതകത്തോട്ട് പോകുമ്പോൾ പ്ലസ് 150. മൈനസ് 1200 പ്ലസ് 150 നമുക്ക് എത്ര കിട്ടും? 1050 കിട്ടും. ഇവിടെ എന്ത്? മൈനസ് 1050 കിട്ടും. മൈനസ് 1050 അപ്പുറത്ത് പോകുമ്പോൾ 1350 പ്ലസ് 1050 2400 കിട്ടും. എന്ത് കിട്ടി? 3% ഓഫ് എക്സിന്റെ വാല്യൂ ആണ് 2400. നമുക്ക് എന്താ വേണ്ടത്? 30% ഓഫ് എക്സ് ആണ്. 3 ഗുണം 10 ആണ് 30. 2400 ഗുണം 10 24,000 രൂപ നമുക്ക് എന്ത് ആൻസർ കിട്ടും. ഇതാണ് കാൽക്കുലേഷൻ. ഇതിനെ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം. അതായത് നിങ്ങൾ ഇതിനെ എത്ര സ്റ്റെപ്പ് എഴുതുന്നു എന്നുള്ളതാണ്. സ്റ്റെപ്പ് കുറയ്ക്കാമോ അത്രയും നല്ലത്. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റൻ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ ഇക്വേഷൻ ചെയ്താൽ മതി. അധികം ഷോർട്ട് കട്ട് കണ്ടുപിടിക്കാൻ നിൽക്കട്ടെ, നിങ്ങൾ മറന്നു പോകും. ഒരുപാട് ഷോർട്ട് കട്ട് ഈ കമ്മീഷൻ ടൈപ്പ് പ്രോബ്ലത്തിന് വേണ്ട, മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. ഈ 2 പ്രോബ്ലം മതി ഇന്ന് കമ്മീഷൻ്റെ മതി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് ചെയ്യാം. നിങ്ങളുടെ ഇതിന്റെ റെസ്പോൺസ് അനുസരിച്ച് നമുക്ക് അടുത്ത ക്ലാസ് വേണോ വേണ്ടോ എന്നുള്ളത് നോക്കാം. എങ്ങനെ തരണോ എന്നുള്ളത് നോക്കാം. ഹൈ ലെവൽ വേണോ, നല്ല ലെവൽ വേണോ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ലെവലിൽ ആക്കാൻ ശ്രമിക്കുക. കൺസെപ്റ്റ് ഫുള്ള് പറഞ്ഞു തന്നു, ഈ ഒരു ലെവലിലോട്ട് മാറ്റാൻ ശ്രമിക്കുക. അതുപോലെ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ എന്ത് ചെയ്യാം? സ്റ്റെപ്പുകൾ മാക്സിമം സ്കിപ്പ് ചെയ്യാം. ഒറ്റ റൗണ്ടിൽ എഴുതിയിട്ട് അതിനെ ഇവിടെ വെച്ച് തന്നെ സോൾവ് ചെയ്യാനുള്ള ഒരു സ്കിൽ ഉണ്ടാക്കും. എല്ലാ ക്ലാസ് CGL ലെവലിലുള്ള ക്ലാസ്സിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷനിലുണ്ട്. CGL ലെവലുണ്ട്, ഫൗണ്ടേഷൻ ഉണ്ട്, പ്രോ ലെവലിലുണ്ട്, പിന്നാക്കളുടെ കംപ്ലീറ്റ് സൊല്യൂഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. പഠിക്കണം എന്നുള്ളൊരു ഇത് മാത്രം മതി. നിങ്ങൾ ആ നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.